കോതമംഗലത്ത് പെട്ടെന്നുണ്ടാകുന്ന വിഷയമാണ്. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ട് ആ നാട്ടിലെ മനുഷ്യന്മാർ ജീവിക്കാൻ വേണ്ടിയിട്ട് നടത്തിയൊരു ധർമ്മസമരമാണ്. അപ്പോൾ നിയമപരമായ കാര്യം താങ്കൾ സൂചിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഷിയാസിനെ കൈയോടെ തന്നെ ഇന്നലെ തന്നെ വിചാരണ പൂർത്തീകരിച്ച് തൂക്കിക്കൊല്ലുമെന്ന് നമ്മളൊക്കെ വിചാരിച്ചു. അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. ഇടക്കാല ജാമ്യം അനുവദിക്കുക എന്ന് പറഞ്ഞാൽ ആ കേസിൽ പോലീസ് ഇത്ര തിടുക്കത്തോടുകൂടി അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി ആ ഗൗരവമായി കൊടുത്തിട്ടുള്ളൂ. ഇടക്കാല ജാമ്യം എന്ന് പറയുന്നത് ഇന്നലെ കോടതി പ്രൊസീഡിങ്സ് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഞങ്ങൾക്ക് അല്പം സമയം കൂടി വേണമെന്നാ. ആ സമയമാണ് ബഹുമാനപ്പെട്ട കോടതി ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ജാമ്യം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട, അതിനകത്ത് ശുഭാപ്തി വിശ്വാസമുണ്ട്. പക്ഷേ സമരത്തെ പോലീസിൽ ഉപയോഗിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ ശ്രീ നികേഷ്, നമ്മളല്ലേ എണ്ണത്തിൽ കൂടുതൽ, 50,000 അല്ലേ പോലീസ്, 3.5 കോടിയല്ലേ ഞാനും നിങ്ങളും അടക്കമുള്ള സാധാരണ ജനങ്ങൾ. നമ്മൾ ഈ പോലീസിനൊന്നും വകവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല സമരത്തെ. ഇന്നിപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാഭ്യാസം എന്നാണ്. എനിക്ക് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് റിപ്പോർട്ടറിലൂടെ അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, നിങ്ങളിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീ നികേഷും ഞാനും എല്ലാം പറഞ്ഞിരുന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ അതിക്രൂരമായി ചിത്രവധം ചെയ്യുമ്പോൾ 130ഓളം ആളുകൾ കണ്ടു നിൽക്കുകയാണ്, വിദ്യാർത്ഥികൾ. അതിലൊരാൾ പോലും മൊഴി പറയാൻ ധൈര്യപ്പെടുന്നില്ല. നിങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, വിദ്യാർത്ഥി സമൂഹത്തോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, SFI എന്ന് പറയുന്ന തീവ്രവാദ സംഘടന, നാട്ടിൽ ജനാധിപത്യപരമായി നിലനിൽക്കാൻ അവകാശമില്ലാത്ത ഒരു തീവ്രവാദ സംഘടന, അത് പ്രവർത്തിക്കുന്ന ആളുകൾക്കിടയിൽ ഭയം വിതച്ചുകൊണ്ടാണ്. ആ ഭയത്തിൽ നിന്ന് നിങ്ങൾ വിടുതൽ നേടി, നിങ്ങൾ ആ ഭയത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ച് ജനാധിപത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരണം. കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, കേരളത്തിൻ്റെ പ്രതിപക്ഷം നിങ്ങൾക്കൊപ്പമുണ്ട്, കേരളത്തിലെ പൊതുസമൂഹം നിങ്ങൾക്കൊപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് KSUവിൻ്റെ വിദ്യാഭ്യാസം എന്താണ്? നിങ്ങൾ ഈ അടിമ ചങ്ങലകൾ പൊട്ടിച്ച് പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. SFIക്കാരന് അന്യായമായി ഉണ്ടാക്കി വച്ചിരിക്കുന്ന കോട്ടകൾ പൊളിച്ച് നമുക്ക് ജനാധിപത്യവൽക്കരിക്കണം. കേരളത്തിലെ ക്യാമ്പസുകളെ ജനാധിപത്യത്തിൻ്റെ വെള്ളിവെളിച്ചം കൊടുക്കണം. ഇന്ന് KSUവിൻ്റെ സെക്രട്ടേറിയറ്റിലേക്കുള്ള ശക്തമായ സമരമുണ്ട്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ കേരളത്തിലെല്ലാ മുക്കിലും മൂലയിലും സിദ്ധാർത്ഥന് നീതി തേടിക്കൊണ്ട്, അതുപോലെ തന്നെ ഈ നാട്ടിൽ സിദ്ധാർത്ഥന് മാത്രമല്ല, ഇന്ദിര മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ മനുഷ്യന്മാർക്കും ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകും. അതിന് റിപ്പോർട്ടർ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളുടെയും പിന്തുണ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് നമ്മളോട് പ്രതികരിച്ചത്. നന്ദി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ പ്രതിഷേധ വേദിയിലും പ്രതികരിച്ചത്.